മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ മരണം 6 കാണാതായവർക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിനായി ഓപ്പറേഷൻ ശിവാലിക് ആരംഭിച്ചു. ഉത്തരാഖണ്ഡിലേക്ക് പോയ മുംബൈയിൽ നിന്നുള്ള മലയാളി സംഘം സുരക്ഷിതരാണെന്ന് സ്ഥിരീകരണം ലഭിച്ചു. ഇവർ സഞ്ചരിച്ച ബസ് ലൊക്കേറ്റ് ചെയ്തെന്നും സൈന്യം അറിയിച്ചതായി കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളുടെ മകൾ പറഞ്ഞു. 28 മലയാളികളാണ്. അതിൽ 8 പേര് ഞങ്ങളുടെ ബന്ധുക്കളാണ്. അവർ ഇന്നലെ രാവിലെ 8:30 ഉത്തര കാശിയിൽ നിന്ന് പുറപ്പെട്ട് ഗംഗോത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ഡിഫൻസ് വഴി ഒക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അവർ സേഫ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. വണ്ടി അവരുടെ ബസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി അതിനകത്തെ ആളുകൾ സേഫ് ആണെന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ നിന്ന് അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സാറ്റലൈറ്റ് വഴി അങ്ങനെ അറിഞ്ഞ വിവരമാണ്. അപ്പോൾ അത് അത്യാവശ്യം അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. അവർ സേഫ് ആണെന്നല്ലോ എന്നുള്ള ഇതുകൊണ്ട്. എന്തായാലും എല്ലാവരും 55 എബോവ് ഉള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നാലും ഇനിയിപ്പം അവരുടെ റെസ്ക്യൂ ഒക്കെ കുറച്ച് ടഫാണെന്നാണ് പറഞ്ഞത് അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് അവരെയൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഡിഫൻസിൽ നിന്നൊക്കെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയും ബസ് വഴി അവർക്ക് അങ്ങനെ ഇനിയും വരാൻ സാധ്യത കുറവായിരിക്കും. അതല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാന്. ചോപ്പർ അങ്ങനെ അതും ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് അതും പറ്റത്തില്ല. പിന്നെ ഈ മലയാളി സമാജം വഴി അറിഞ്ഞത് അവരെ ഒരു ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നു. അവർ തന്നെയാണോ എന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 6 ആയിരിക്കുന്നു. ഒപ്പം തന്നെ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും സൈന്യവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ മലയാളി സംഘം സുരക്ഷിതരാണ് എന്നുള്ള സ്ഥിരീകരണവും ലഭിച്ചിരിക്കുന്നല്ലോ. വൃന്ദ, ഇന്നത്തെ ഈ നിമിഷത്തെ ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് കാണാതായി എന്ന് കരുതിയിരുന്ന ആ 28 അംഗ മലയാളി സംഘം പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സൈന്യം ഈ കാണാതായവരുടെ ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെടുകയും ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം നാട്ടിലുള്ള ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളായ നാരായണൻ അതുപോലെ തന്നെ ലക്ഷ്മി എന്നിവരുടെ മകളെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സൈന്യം ബന്ധപ്പെട്ടിരുന്നു. നിലവിൽ ഈ ബസ് ഗംഗോത്രിയിലേക്കുള്ള യാത്രാമതി, അതായത് ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോകുന്നതിനിടയിലുള്ള ഭൈരവ്ഘട്ട് എന്ന സ്ഥലത്താണ് ബസ് ഉള്ളത് എന്നത് സൈന്യം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് കാൽനടയായാണ് നിലവിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നത് മാത്രമാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ബസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന 28 പേരെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു ആർമി ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മാറ്റും എന്നും വിവരം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് മലയാളി സമാജത്തിൻ്റെ ഭാരവാഹികളും ഈ ഒരു വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്നുള്ള 20 മലയാളികളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ 8 ബന്ധുക്കളായ മലയാളികളുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. അവർ ഇന്നലെ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. എന്നാൽ ഗംഗോത്രിയിൽ എത്തുന്നതിന് മുൻപ് ഭൈരവ്ഘട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു പ്രളയം വരുന്നതും റോഡ് പൂർണ്ണമായും ഒലിച്ചു പോകുന്നതും. നിലവിൽ ഈ മലയാളി സംഘം പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് ലഭിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റു വാർത്തകൾ അത്ര ശുഭസൂചകമല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പലയിടത്തും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയും കാണാതായ ആളുകളെയും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയും കാണാതായ ആളുകളെയും കണ്ടെത്താൻ ഒരുപക്ഷെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കുറച്ചുകൂടി സഹായകമാകും എന്നാണ് സൈന്യം കരുതുന്നത്. ITBP അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ, ഫയർഫോഴ്സ്, പോലീസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ബറ്റാലിയൻ തുടങ്ങിയവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. ഒരു പ്രതികൂല കാലാവസ്ഥ എന്ന് പറയുന്നത് തുടരുന്ന ദുഷ്കരമായ ഈ ഒരു മഴയുടെ പെയ്ത്ത് തന്നെയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ കാലാവസ്ഥയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കും ഈ വെളിച്ചക്കുറവും അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള മാർഗങ്ങളിലൂടെയാണ് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. 411 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്
ഓപ്പറേഷൻ ശിവാലിക് എന്ന പേരിൽ ഒലിച്ചുപോയ റോഡുകളും തകർന്ന റോഡുകളും പുനർനിർമ്മിക്കുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അഥവാ BRO ആണ് ഈ റോഡുകൾ പുനർനിർമ്മിക്കുന്നത്. ദേശീയപാത 34 പലയിടത്തും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 100 മീറ്ററിലധികം റോഡ് പല ഭാഗത്തായി ഒലിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കല്ലും മണ്ണും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കുകയും അതോടൊപ്പം ഒലിച്ചുപോയ ഭാഗങ്ങളിലും തകർന്നു പോയ ഭാഗങ്ങളിലും റോഡുകൾ പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ പുനർനിർമ്മാണവും നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഈ പുനർനിർമ്മാണം നടത്തുക. റോഡ് പുനർനിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഗീർഗഡ് അരുവിക്ക് കുറുകെ ആയിട്ട് ബെയിലി പാലത്തിൻ്റെ പണിയും പുരോഗമിക്കുന്നുണ്ട്. ബെയിലി പാലത്തിൻ്റെ പണി പുരോഗമിച്ച് അത് പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി അതുല്യ.